ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മിസലേനിയസ് എക്സസൈസിലെ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. ഞാൻ ഈ ചെയ്യുന്നത് പുതിയ ടെക്സ്റ്റ് ബുക്ക് അനുസരിച്ചുള്ള വീഡിയോസാണ്. പഴയ ടെക്സ്റ്റ് ബുക്കിൽ എക്സസൈസ് 1.6 കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ചില സ്കൂളുകളിൽ 1.6 കൂടെ പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ എക്സാമിന് അത് വരത്തില്ല. നിങ്ങൾക്ക് 1.6 വേണമെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ 1.6 കൂടെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഷോ ദാറ്റ് ഫോർ എനി സെറ്റ്സ് എ ആൻഡ് ബി എ ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി ആൻഡ് എ യൂണിയൻ ബി മൈനസ് എ ഈസ് ഈക്വൽ ടു എ യൂണിയൻ ബി. അപ്പോൾ ഇത് ഷോ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ RHS എടുത്തിട്ട് അത് എയ്ക്ക് ഈക്വലാണ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഞാൻ RHS ഇങ്ങോട്ട് എടുത്തെഴുതുന്നു. RHS ഈസ് ഈക്വൽ ടു എന്താണ് RHS? എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ മൈനസ് ബി ഈസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ നമുക്ക് എന്താണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്? എ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. എ മൈനസ് ബി എ നമുക്ക് എങ്ങനെ എഴുതാം? എ മൈനസ് ബി എന്ന് വെച്ചാൽ എന്താ? എയിൽ നിന്ന് ബിയിലുള്ള, അതായത് ബിയിലുള്ള ചില എലമെൻറ്റുകൾ എയിൽ കാണും ഇല്ലേ? അപ്പോൾ ആ എലമെൻറ്റുകളെ നീക്കിയിട്ട് എയിൽ ബാക്കിയുള്ള എലമെൻറ്റുകളെ എഴുതുമ്പോൾ കിട്ടുന്നതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു വെൻ ഡയഗ്രാം വരച്ച് കാണിക്കാം. ഇത് യൂണിവേഴ്സൽ സെറ്റ്, ഇത് ബി. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ ഈ എയിലുള്ള ഈ സെറ്റിൽ നിന്ന് ഈ ബിയിലുള്ള എലമെൻസുകളെ നീക്കുന്നു. അതായത് ഇത്രയും എണ്ണത്തിനെ നീക്കിയാൽ ബാക്കിയുള്ളതാണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. അതായത് ഇത്രയും പോർഷനാണ് എ മൈനസ് ബി. ദിസ് ഈസ് എ മൈനസ് ബി. അപ്പോൾ ഈ എ മൈനസ് ബിയെ നമുക്ക് വേറൊരു തരത്തിലും എഴുതാം. എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് വേണമെങ്കിലും എഴുതാം. ഇവിടെ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ബി മാറ്റിയിട്ട് ബാക്കിയുള്ളതാണ് ബി കോംപ്ലിമെൻറ്റ് ഇല്ലേ? അപ്പോൾ അതായത് ഈ വെളിയിൽ വരുന്ന ഇത്രയും പോർഷനാണ് എന്ത്? ബി കോംപ്ലിമെൻറ്റ്. ഈ ബി കോംപ്ലിമെൻറ്റിൻ്റെയും ഈ എയുടെയും കൂടെ ഇൻ്റർസെക്ഷനാണ് എന്ത്? എ മൈനസ് ബി എന്ന് പറയുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? എ മൈനസ് ബി എന്ന് പറയുന്ന പോർഷൻ ഈ റെഡ് കളറിലുള്ള ഇത്രയും പോർഷനാണ് ഇല്ലേ? അതായത് സെറ്റ് എയിൽ നിന്ന് സെറ്റ് ബിയിലുള്ള എലമെൻറ്റുകളെ നീക്കി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എ മൈനസ് ബി എന്ന് പറയുന്നത്. ഞാനിത് ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ വെൻ ഡയഗ്രത്തിൽ വരച്ച് നിങ്ങളെ കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ നമുക്ക്, അതായത് എ മൈനസ് ബിയെ നമുക്ക് വേറൊരു മെത്തേഡിൽ എഴുതാം. ഈ എയും ഈ ബി കോംപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനാണ് എ മൈനസ് ബി എന്ന് നമുക്ക് പറയാം. ബി കോംപ്ലിമെൻ്റ് എന്ന് വെച്ചാൽ എന്താ? ഈ യൂണിവേഴ്സൽ സെറ്റിൽ നിന്ന് ഈ ബി മാറ്റി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതാണ് എന്ത്? ബി കോംപ്ലിമെൻറ്റ്. അതായത് ഈ വരയിട്ട് ഈ പോർഷൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് മൊത്തം എവിടെ വരും? ബി കോംപ്ലിമെൻറ്റിനകത്ത് വരും. അപ്പോൾ ഈ എയുടെയും ബി കോംപ്ലിമെൻറ്റിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത് എന്താ? ബി കോംപ്ലിമെൻറ്റിനകത്തുള്ള എലമെൻറ്റും എയിലും കൂടെ കോമൺ ആയിട്ടുള്ളത്. അത് എത്രയും പോർഷൻ വരും? ഈ റെഡ് ചെയ്ത ഇത്രയും പോർഷൻ വരും. അപ്പോൾ നമുക്ക് എ മൈനസ് ബി എങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മൾ എ മൈനസ് ബി എന്തെഴുതി? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതി. ഇസ് ഈക്വൽ ടു, ഇനി നമ്മളിവിടെ നോക്കിയേ, ഈ എ ഇൻ്റർസെക്ഷൻ രണ്ടിടത്തും കോമൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്യാം. എ ഇൻ്റർസെക്ഷൻ ബാക്കി എന്തുണ്ട്? ബി യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. നമ്മൾ ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് അപ്ലൈ ചെയ്തു. ഓക്കെ, അതായത് എ ഇൻ്റർസെക്ഷൻ നമ്മൾ കോമൺ ആയിട്ട് എടുത്തു, ബാക്കി ബി യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് എന്താണ്? ബി എന്ന് പറയുന്നത് ഇതാണ്, ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കിയുള്ള ഇത് മൊത്തം വരും ഇല്ലേ? അപ്പോൾ ബി യൂണിയൻ ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സൽ സെറ്റാണ്. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ എന്ത് കിട്ടി?
യൂണിവേഴ്സൽ സെറ്റ് എന്ന് കിട്ടി. ഇനി എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ് എന്ന് വെച്ചാൽ എന്താ? യൂണിവേഴ്സൽ സെറ്റിലും എയിലും കൂടെ കോമൺ ആയിട്ടുള്ളത് എന്ത് തന്നെയാണ്? എ തന്നെയാണ്. കണ്ടല്ലോ, നമുക്ക് ആൻസർ കിട്ടി. വളരെ സിമ്പിളാണ്. നിങ്ങളിത് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ കേട്ടോ. ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് ഇച്ചിരി കൺഫ്യൂഷൻ വരുന്നത്. ഈ എ മൈനസ് ബി എ ഇൻ്റർസെക്ഷൻ ബി എന്ന് എഴുതുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. എ മൈനസ് ബി എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിൽ ഉള്ള എലമെൻറ്റിനെ മാറ്റുന്നു. അപ്പോൾ ബാക്കി ഈ റെഡ് പോർഷനാണ് വരുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെയും എഴുതാം? ബി കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ എ, അല്ലെങ്കിൽ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ബി കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഈ വരയിട്ട് ഇത്രയും പോർഷൻ മാറ്റിയിട്ട് ബാക്കിയുള്ളത് മുഴുവനാണ് ബി കോംപ്ലിമെൻറ്റ്. അതിൻ്റെയും ഈ എയുടെയും കൂടെ ഇൻ്റർസെക്ഷനായിട്ട് വരുന്നതാണ് എന്ത്? ഇത്രയും പോർഷൻ. അപ്പോൾ എ മൈനസ് ബി എ നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. പിന്നെ നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് എടുത്തത്. ഇനി അടുത്തത് ഇതാണ് നമ്മൾ പ്രൂവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എ യൂണിയൻ ബി മൈനസ് എ യൂണിയൻ ബി മൈനസ് എ നമുക്ക് എങ്ങനെ എഴുതാം? എ യൂണിയൻ, ഇവിടെ നമ്മൾ എ മൈനസ് ബി എങ്ങനെ എഴുതിയത്? എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ ബി മൈനസ് എ നമുക്ക് എങ്ങനെ എഴുതാം? ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഈ ബി മൈനസ് എ നമ്മൾ ബി ഇൻ്റർസെക്ഷൻ എ കോംപ്ലിമെൻ്റ് എന്ന് എഴുതി. ഇനി നമ്മളിവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ കോംപ്ലിമെൻറ്റ് ഇസ് ഇക്വൽ ടു എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്താണ്? എയും എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ ബാക്കി മൊത്തം വരും. എ യൂണിയൻ എ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റാണ്. ഇനി എ യൂണിയൻ ബിയും യൂണിവേഴ്സൽ സെറ്റും കൂടെയുള്ള ഇൻ്റർസെക്ഷൻ എന്ത് വരും? എ യൂണിയൻ ബി തന്നെ വരും, ഇല്ലേ? എ യൂണിയൻ ബിയും യൂണിവേഴ്സൽ സെറ്റും മൊത്തം എലമെൻറ്റ്സ് ഉണ്ട്. അതും എ യൂണിയൻ ബിയുടെയും കൂടെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ കോമൺ ആയിട്ട് എന്താണോ ഉള്ളത് അത് വരും. കോമൺ ആയിട്ട് എ യൂണിയൻ ബി ആണ് വരിക. അപ്പോൾ നോക്കിയേ, നമ്മളോട് എന്തായിരുന്നു പ്രൂവ് ചെയ്യാൻ പറഞ്ഞേ? എ യൂണിയൻ ബി മൈനസ് എ ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി എന്ന് പ്രൂവ് ചെയ്യാനായിരുന്നു. അപ്പോൾ എ യൂണിയൻ ബി മൈനസ് എ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടി? എ യൂണിയൻ ബി എന്ന് തന്നെ നമുക്ക് കിട്ടി. RHS തന്നെ നമുക്ക് കിട്ടി. ലാസ്റ്റിൽ ഹെൻസ് പ്രൂവ്ഡ് എന്നും കൂടെ എഴുതുക. മനസ്സിലായല്ലോ? വളരെ സിമ്പിളാണെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങളിത് 2-3 പ്രാവശ്യം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ നിങ്ങളുടെ ഓർമ്മയിൽ ഇരിക്കത്തുള്ളൂ കേട്ടോ. നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുത്തിട്ടാണ്, സബ്സ്റ്റിറ്റ്യൂഷൻ അല്ല, എ മൈനസ് ബി എ നമ്മൾ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് എന്ന് എഴുതിയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ 6th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.